വരെ ഞാനിന്ന് ഒരു 2 കോഴിമുട്ട വെച്ചതിനായിട്ട് ചെറുമാതിരി ഒരു സ്നാക്സാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കൂന്തൾ നിറച്ചുണ്ടാക്കിയതിൻ്റെ ബാക്കി കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 കോഴിമുട്ട എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചതിനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് 2 കോഴിമുട്ടയും പൊട്ടിച്ചതിന് ശേഷം ലേശ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓവർ ഉപ്പിട്ടെടുക്കണ്ട, നമ്മൾ കായത്തിൽ ഉപ്പിട്ടതാണല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്തത് നമുക്ക് പാനിൽ ചെറുമാതിരി ആക്കിയായിട്ട് നമുക്കൊരു ചെറിയ അടൻ്റെ രൂപത്തിലാക്കിയാൽ മതി. ചെറിയ പോലെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. കോഴിമുട്ട അതിനെക്കൊണ്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അത് ഈ പരത്തി വെന്ത് വരുന്നതിൻ്റെ മുന്നായിട്ട് നമുക്കതിലേക്ക് തീന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സമൂസൻ്റെ കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് നല്ല കൂന്തളുടെ ഇതായതിനൊക്കെ നല്ല ടേസ്റ്റ് ഒന്നും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിതിപ്പോൾ തേങ്ങ വെച്ചിനായിട്ടോ കോഴിമുട്ടിൻ്റെ ഉള്ളിൽ തേങ്ങ വെച്ചിനായിട്ടായാലും ഇതുപോലെ ഒരു അടൻ്റെ മോലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നല്ലോണം ഒഴിച്ച് ഓവർ ഒഴിക്കേണ്ട കേട്ടോ, ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് 2 കോഴിമുട്ട കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഒരു വീട്ടിലൊരു 2-3 ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്കടിക്ക് നല്ല ടേസ്റ്റിൽ തിന്നാൻ കഴിയും. ഓവർ പൈസയും ചിലവില്ല. 2 കോഴിമുട്ടയും കുറച്ച് എന്തെങ്കിലും ഉള്ളതല്ലേ. അതിനിപ്പോൾ ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ കോഴിമുട്ടൻ്റെ തന്നെ ഒരു കോഴിമുട്ട എടുത്തതിനായിട്ട് അതിൻ്റെ കൂടുതൽ ചിക്കൻ ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെ 2 എണ്ണ ആക്കി ചിക്കൻ ബാക്കിയും കൂടി ഉണ്ടാക്കട്ടെ. ഇത് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്. ഇവിടെ 2 കോഴിമുട്ട കൊണ്ട് നമ്മൾ ഏകദേശം ഒരു പ്ലേറ്റിൽ ഒരു 3 ആൾക്ക് തിന്നാനുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിക്കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ളിൽ തീനൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല രസമുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയതാണ്. അത് ഇഷ്ടപ്പെട്ടാൽ